സകലവാര കേരളത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. പത്തനംതിട്ട റാന്നിയിലെ ആയിക്കലിൽ കുന്നിടിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മലമുകളിലെ ക്ഷേത്രം ഉൾപ്പെടെ തകർക്കും വിധം മണ്ണെടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. തിരുവാഭരണ പാത കടന്നുപോകുന്ന പ്രദേശത്തെ മണ്ണെടുപ്പ് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പ്രതിഷേധത്തിനിടയിലും അവിടെ മണ്ണെടുപ്പ് തുടരുകയാണ്. തിരുവാഭരണ പാത കടന്നു പോകുന്ന ആയിക്കൽ കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കുന്നിൻമുകളിലെ വീടുകൾക്കും ക്ഷേത്രത്തിനും കേടുപാടുണ്ടാകുമെന്നാണ് പരാതി. പ്രതിഷേധം ശക്തമായതോടെ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും വീണ്ടും പുനരാരംഭിച്ചു. ഇന്നേതാണ്ട് 1500 ലോഡിന് അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം 1500 ലോഡ് മണ്ണ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 3500 ലോഡിന് മുകളിൽ മണ്ണ് ഇവർ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകും. ഇതിന് തൊട്ട് രണ്ട് സൈഡിലും വീടുകളുണ്ട്. ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ ഞങ്ങൾ സൂചിപ്പിച്ചില്ല, ഇവിടെ ക്ഷേത്രമാണ്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതിന് മേളിൽ കാണുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആലും അതുപോലെ തന്നെ ഒരു പാലമരം ഒക്കെയാണ്. അവിടെയൊക്കെ പൂജ നടക്കുന്നതാണ്. അതിന് തൊട്ട് സൈഡിൽ വരെ ഇവർ മണ്ണെടുത്തിട്ടുണ്ട്. മണ്ണെടുപ്പ് നടക്കുന്ന മലയുടെ അടിവാരത്ത് പമ്പാ നദിയാണ്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റാന്നി കോഴഞ്ചേരി റോഡിന് പോലും മണ്ണെടുപ്പ് ഭീഷണിയാകുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. അതേസമയം എല്ലാ അനുമതിയും വാങ്ങിയാണ് മണ്ണെടുക്കുന്നത് എന്നാണ് കരാറുകാരുടെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. ബജറ്റിൽ ഉൾപ്പെടെ പല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും പല വാഗ്ദാനങ്ങൾ ഓരോ മാറി മാറി വരുന്ന സർക്കാരുകൾ നൽകുമ്പോഴും ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ കാസർകോട്ടെ അവരുടെ ദുരിതം ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സർക്കാർ ആണെങ്കിൽ പോലും ഈ ദുരിതബാധിതരോടുള്ള അവഗണന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് അവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർ. കാഞ്ഞങ്ങാട് ആരംഭിച്ച അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ദുരിതബാധിതരും അമ്മമാരും. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. ദുരിതബാധിത പട്ടിക അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. 2011 ശേഷം ജനിച്ച ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ല എന്നാണ് പുതിയ സർക്കാർ ഉത്തരവ്. ഇതിലൂടെ ആയിരക്കണക്കിന് പേർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടും. എൻഡോസൾഫാൻ പദ്ധതി തന്നെ നിർത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ദുരിതബാധിതരുടെ ആരോപണം. ഇതിന്റെ ഭാഗമായാണ് പട്ടിക വെട്ടിച്ചുരുക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഈ 1031 പേരും യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ പെട്ടവരാണ് എന്ന് നമുക്ക് ഔദ്യോഗിക സംവിധാനത്തിന്റെ അടുത്ത് തന്നെയാണ് വിവരം കിട്ടുന്നത്. അപ്പോൾ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള ആവശ്യമാണ് ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. അനിശ്ചിതകാല സമരത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. സൗജന്യ മരുന്ന് വിതരണം തുടരുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, ദുരിതബാധിതർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, സെൽ യോഗം ചേരുക, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരസമിതി ഉന്നയിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു നല്ല വാർത്തയിലേക്കാണ്. തരിശുപാടത്ത് ഇനി സ്വർണ്ണമണികൾ വിളയും. കായംകുളം പത്തിയൂർ രാമപുരത്തെ വടക്കേ മൂടാമ്പാടി വയലിൽ കാലങ്ങൾക്ക് ശേഷം വിത്തെറിഞ്ഞു. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൃഷി. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം വടക്കേ മൂടാമ്പാടി വയൽ പച്ചപ്പണിയുകയാണ്. കാലങ്ങളായി തരിശുകിടന്ന മണ്ണ് കൃഷിക്കായി ഒരുക്കി. 2 പതിറ്റാണ്ടായി തരിശുകിടന്ന 10 ഏക്കറിലധികം പാടമാണ് കൃഷിക്കൊരുക്കിയത്. 7 കർഷകരുടെ ഉടമസ്ഥയിലുള്ളതാണ് പാടശേഖരം. വെള്ളക്കെട്ടും ചതുപ്പുമായി കിടന്ന പാടത്ത് നെൽകൃഷി ഇറക്കുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു. ഏകദേശം 1 ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് പാടം കൃഷിക്കായി രൂപപ്പെടുത്തിയെടുത്തത്. 3 മാസം കൊണ്ട് വിളവ് പ്രതീക്ഷിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള മനുരത്ന നെൽവിത്താണ് കൃഷി ചെയ്തത്. വയൽ വെറുതെ ഇട്ട്, കൃഷിയിടം വെറുതെ ഇട്ട് വാങ്ങിച്ചു കഴിക്കുക എന്നുള്ള ശീലത്തിലേക്ക് മാത്രം നമ്മൾ എത്തിച്ചേർന്നപ്പോൾ രോഗങ്ങളെ കൂടി വില കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ള ദുരന്തവും നമ്മുടെ നാട്ടിലുണ്ടായി. സവിശേഷ ബുദ്ധിയുണ്ട് എന്ന് അഭിമാനത്തോടും അല്പ അഹങ്കാരത്തോടും കൂടി പറയുന്ന മലയാളി രോഗങ്ങളുടെ തടവറയിലേക്ക് പോയി എന്നുള്ളത് ചെറിയ കാര്യമല്ല, ഒരു വലിയ ദുരന്ത കാര്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രദേശത്തെ വളരെയധികം ഈ കാര്യങ്ങളോടെല്ലാം വലിയ താല്പര്യമുള്ള, കൃഷിയോട് ഉള്ള താല്പര്യം മനസ്സിൽ കെടാതെ കൊണ്ട് നടന്ന ഒരു സംഘം ആളുകൾ ഈ മേഖലയിൽ കൃഷി ഇറക്കുന്നതിന് തയ്യാറായത്. അവരുടെ ഇന്നിവിടെ വിത്ത് വിതയ്ക്കലായിരുന്നു. തരിശു കിടക്കുന്ന ഓരോ ഇടങ്ങളും കൃഷിയോഗ്യമാക്കിയാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്നത് നമ്മളുടെ അന്നത്തിനുള്ളതാണ്. അത് വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. പാടം തരിശു കിടന്നാൽ ഭാവിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന തിരിച്ചറിവും കൃഷി ഇറക്കാനുള്ള പരിശ്രമത്തിന് പിന്നിലുണ്ട്. വടക്കേ മൂടാമ്പാടി ഇല്ലത്തെ ഡോക്ടർ പ്രശാന്ത് ഭട്ടതിരിയുടെ ശ്രമവും കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ക്രിയാത്മക പ്രവർത്തനങ്ങളും പാടത്ത് കൃഷി ഇറക്കുന്നതിന്
സഹായകമായി. ന്യൂസ് 18 കായംകുളം. 3 ദിവസം മരത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു കാക്കയെ രക്ഷിച്ച വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നാട്ടുകാരും RRT വളണ്ടിയർമാരും ചേർന്നാണ് കാക്കയെ രക്ഷപ്പെടുത്തിയത്. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ ഗേറ്റുംപടിയിൽ കൂട് കൂട്ടുന്നതിനിടയിൽ നൂൽക്കമ്പിയിൽ കുടുങ്ങിക്കിടന്ന കാക്കയാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ ഗേറ്റുംപടിയിൽ കഴിഞ്ഞ 3 ദിവസം മുൻപാണ് 50 അടിയോളം ഉയരമുള്ള ചീനിമരത്തിൽ കാക്ക കുടുങ്ങിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാക്കയ്ക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ 2 ദിവസം പല രീതിയിലും കാക്കയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് RRT വോളണ്ടിയർമാർ എത്തിയെങ്കിലും അവർക്കും രക്ഷിക്കാനായില്ല. പിന്നീടാണ് കാരശ്ശേരി സ്വദേശിയും മരമുറിക്കാരനുമായ സുകുമാരനെ നാട്ടുകാർ വിവരമറിയിക്കുന്നത്. പിടിച്ചുകയറാൻ ഒരു ചില്ല പോലുമില്ലാത്ത മരത്തിലൂടെ സുകുമാരൻ ഒരു കയറുമായി വലിഞ്ഞു കയറി. നിലത്തു വീഴുന്ന കാക്കയ്ക്ക് പരുക്കേൽക്കാതിരിക്കാൻ നാട്ടുകാർ താഴെ ബെഡ്ഷീറ്റും വലിച്ചു പിടിച്ചു നിന്നു. തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് വീണ കാക്കയ്ക്ക് RRT വോളണ്ടിയർമാർ വെള്ളം കൊടുത്തു. 3 ദിവസത്തോളം ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവശയായിരുന്നു കാക്ക. ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷം സുകുമാരൻ പങ്കുവച്ചു. എനിക്ക് അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതന്നെയാണ് നിങ്ങൾ വിളിച്ചപ്പം പെട്ടെന്ന് ഞാൻ വന്ന, അതുകൊണ്ടാണ് അവർ ജീവൻ രക്ഷിക്കാനാണല്ലോ. കാക്കായാലും എന്തായാലും ഒരു ജീവൻ രക്ഷിച്ച് അതിൽ സന്തോഷം മാത്രം. മരമൊക്കെ വലിയ മരമാണ്. ഞാനെങ്ങനെ കയറിയതാണ്, ഈ ജീവനാണല്ലോ വിചാരിച്ചു ഞാനെങ്ങനെ കയറിയത്. 3 ദിവസം കാത്തിരുന്നിട്ടാണെങ്കിലും കാക്കയെ ജീവനോടെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷം നാട്ടുകാരും പങ്കുവച്ചു. നാട്ടുകാരായ അദിനാൻ, സലിം, വേലായുധൻ, ജാഫർ, അൻവർ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തത്. ന്യൂസ് 18 കാരശ്ശേരി. ഇനി സകലമാന കേരളത്തിന്റെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ നാട്ടാനകളുടെ കേന്ദ്രമായിരുന്നു ഗുരുവായൂർ ആനക്കോട്ട. എന്നാൽ ഇപ്പോൾ ആനകളുടെ ഗണ്യമായ കുറവിൽ ആശങ്കയിലാണ് ആനപ്രേമികൾ. 65ഓളം ആനകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 39 ആനകൾ മാത്രമാണുള്ളത്. ഇതിൽ 25ഓളം ആനകളെ മാത്രമേ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോകുന്നുള്ളൂ. രാജു ഗുരുവായൂരിന്റെ റിപ്പോർട്ടിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സന്ദർശന കേന്ദ്രമാണ് ആനക്കോട്ട. ഈ ആനക്കോട്ടയിൽ 64ഓളം ആനകൾ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ 65ഓളം ആനകൾ നാട്ടാനകളായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചുരുങ്ങി ഏകദേശം 39 ആനകളിലാണ് വന്നു നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ആനകളുടെ എണ്ണം കൂടുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം ഭക്തർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇടയിലുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാന വളർത്ത് കേന്ദ്രമായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ട. ഒരുപാട് ആളുകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദർശനത്തിനെത്തുന്നവരും ഹിന്ദുക്കളല്ലാത്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അടക്കം ഒരുപാട് ആളുകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ട കാണുവാനും ആനകളെ കാണുവാനും അതിൽ സന്തോഷം പങ്കുവയ്ക്കുവാനും ഒക്കെയായി എത്തിച്ചേർന്നിരുന്നത്. കുറേ വർഷങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്താനുള്ള നിയമപ്രശ്നം ഒരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴും ഒരുപാട് ഭക്തർ ഗുരുവായൂരപ്പനെ ആനക്കുട്ടികളെയും ആനകളെയും നടയിരുത്താൻ മാനസികമായി തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ നിയമപ്രശ്നത്തിൻ്റെ നിയമക്കുരുക്കിൽപ്പെട്ടുകൊണ്ട് ആർക്കും അത്തരത്തിൽ ആ വഴിപാട് നടത്തി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ ഒരു മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ നിയമപ്രശ്നം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആനകളെ കൈമാറ്റം ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന ഒരു നിയമക്കുരുക്ക് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിയമം മാറ്റിയെടുക്കേണ്ട ഒരു അനിവാര്യമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്, പൂര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആനകളെ അയക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ഗുരുവായൂർ ദേവസ്വം പോലെയുള്ള ഒരു സ്ഥാപനത്തിനുണ്ട്. സ്വാഭാവികമായും ഗുരുവായൂർ ദേവസ്വത്തിന് ഗണ്യമായ ആനകളുടെ എണ്ണക്കുറവ് മൂലം എല്ലായിടത്തേക്കും ആനകളെ അയക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഗുരുവായൂർ ആനക്കോട്ടയിൽ തന്നെ 39 ആനകളിൽ 25ഓളം ആനകളെ മാത്രമാണ് പുറത്ത് പൊതുവായ പരിപാടികളിലേക്കും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പരിപാടികൾക്കുമൊക്കെ തന്നെ അയക്കാൻ കഴിയുന്നത്. മറ്റ് ആനകളെ ഒന്നും തന്നെ പുറത്ത് കൊണ്ടുപോയി എഴുന്നള്ളിക്കാൻ പറ്റാത്ത ചില തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി പുതിയതായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനക്കുട്ടികളെ നടയിരുത്തണം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ വരെ
ഏതാനും അടുത്ത വർഷങ്ങൾക്കകം തന്നെ നിലച്ചു പോകുന്ന രീതിയിലേക്കാണ് ആനകളുടെ ഈ ഗണ്യമായ കുറവിലൂടെ നമുക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്കടക്കം എഴുന്നള്ളിക്കുന്നതിന് കുട്ടിയാനകൾ വേണം. അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ദേവസ്വം നിശ്ചയിച്ചിട്ടുള്ളത് 20 വയസ്സിന് താഴെയുള്ള ആനക്കുട്ടികൾ വന്നാൽ എടുക്കാമെന്നുള്ളതാണ്. കേരളത്തിലെ വനങ്ങളിൽ നിന്നും ആനകളെ പിടിച്ച് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്കും കൊടുക്കാനുള്ള ഒരു നിയമം നമുക്ക് അനുവദനീയമല്ല. കാരണം കേരളത്തിലെ വനങ്ങളിൽ നിന്നും ആനകളെ പിടിക്കൽ നിർത്തിയിട്ട് തന്നെ 10, 35, 40 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ കുട്ടിയാനകളെ കിട്ടുന്നു. വല്ല അപകടങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ആനക്കുട്ടികളെ മാത്രമാണ് ഈ വനം വകുപ്പ് അതിനെ പിടിച്ചു കൊണ്ടുപോയി സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഒട്ടുമിക്ക ആനക്കുട്ടികളെയും തിരിച്ച് വനത്തിലേക്ക് തന്നെ വിടുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആനക്കുട്ടികളുടെ ലഭ്യതക്കുറവ് അതാണ് ഇതിന് ഈ പ്രശ്നത്തിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ കുറയുന്നത് ആനകളെ വീണ്ടും നടക്കിരുത്തുന്നില്ല എന്നുള്ളൊരു പ്രതികരണമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നും ദേവസ്വവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഭക്തരുടെയും നാട്ടുകാരുടെയും ആവശ്യം. രാജു ഗുരുവായൂർ, ന്യൂസ് 18. പാലായിൽ നിന്നും തെങ്കാശിക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. മാണി സി കാപ്പൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉച്ചകഴിഞ്ഞ് 3-ന് പാലായിൽ നിന്നും ഈരാറ്റുപേട്ട, പുനലൂർ, ചെങ്കോട്ട വഴിയാണ് തെങ്കാശിക്ക് സർവീസ് നടത്തുന്നത്. തിരിച്ച് രാവിലെ 6-ന് തെങ്കാശിയിൽ നിന്നും പാലായിലെത്തും. 213 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പാലാ ATU ഷിബുവിന്റെ സാന്നിധ്യത്തിൽ കേരള കോൺഗ്രസ് B സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഔസേപ്പച്ചൻ ഓടയ്ക്കൽ തെങ്കാശിക്കുള്ള ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങി. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ സെലിബ്രിറ്റി റിപ്പോർട്ടർ ആരാണെന്ന് നോക്കാം. വയനാട്ടിൽ ജനങ്ങളെല്ലാം ഇപ്പോൾ നമുക്കറിയാം ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ്. കടുവ, ആന, പുലി, കാട്ടുപോത്ത് എന്നുവേണ്ട കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. 164 വയനാട്ടുകാരാണ് മൃഗങ്ങൾക്ക് ഇരയായി ജീവൻ നഷ്ടപ്പെട്ടവർ. കടുവയുടെ ആക്രമണത്തിലാണ് 7 പേർ കൊല്ലപ്പെട്ടത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടലിന് പ്രധാനപ്പെട്ട ഒരിടമാണ് വയനാട്. വയനാട്ടിൽ വന്യമൃഗങ്ങൾ മുഴുവൻ നാടിറങ്ങുകയാണ് കാട്ടിൽ നിന്ന്. ആനയും കാട്ടുപോത്തും കടുവയും പുലിയും മറ്റു വന്യമൃഗങ്ങളും എല്ലാമായി ഓരോ ദിവസവും ദിനേന ആളുകളെയും കൃഷിസ്ഥലങ്ങളെയും മുഴുവൻ ആക്രമിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നത് ഒരു നിത്യസംഭവം എന്നോണം മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം പ്രജീഷിന്റെ മരണം ഉൾപ്പെടെ കടുവ മാത്രം 7-ലധികം ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നാടായി വയനാട് മാറിയിട്ടുണ്ട്. കാലാവസ്ഥ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും അനുഗ്രഹീതമാണെങ്കിലും വയനാടിന് എന്നും ആശങ്കയാണ്. ഏതു നിമിഷവും കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ ജീവനെടുക്കാം. ദിവസം തോറും വന്യജീവികളുടെ ആക്രമണം കൂടി വരികയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം മനുഷ്യരെ വന്യജീവികൾ കൊലപ്പെടുത്തിയ ജില്ലയാണ് വയനാട്. ജില്ലയുടെ ആകെയുള്ള വിസ്തൃതിയിൽ 1/3 വനമാണ്. വയനാട് വനത്തിൽ 154 കടുവകൾ ഉണ്ടെന്നാണ് 2018 കടുവ സെൻസസ്. അടുത്ത കാലത്ത് അയൽ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ നിന്ന് വലിയ തോതിൽ കടുവകൾ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട്. 1000-ലേറെയുണ്ട് കാട്ടാനകളും. ഇതുവരെ 164 പേരാണ് വന്യജീവികൾക്കിരയായി കൊല്ലപ്പെട്ടത്. 10 വർഷത്തിനിടെ 50 മരണവും. തിരുനെല്ലിയിലാണ് കൂടുതൽ പേരും കൊല്ലപ്പെട്ടത്. ആനക്കലിയാണ് 151 പേരുടെയും ജീവനെടുത്തത്. കടുവ കൊന്നത് 7 പേരെയും. ഓരോ തവണയും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ ഇതുവരെ വന്യജീവി പ്രശ്നത്തിന് കാതലായ പരിഹാരമായിട്ടില്ല. കാടിനുള്ളിൽ തീറ്റ കിട്ടാതാകുന്നതാണ് മൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലിറങ്ങുന്നതിന് കാരണം. വനംവകുപ്പിന്റെ നടപടികളും ഇതിന് കാരണമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതല്ല വനം വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. മനുഷ്യനെ സംരക്ഷിക്കാൻ ആവശ്യമായ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുക്കുമെന്നും വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള പതിവ് വർത്തമാനം വീണ്ടും ആവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ഭരണകൂടവും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ അവസ്ഥ മാറണം. സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ വലിയ ഇടപെടലുകൾ ഉണ്ടാകണം. ആ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള നിതാന്തമായ പരിശ്രമത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ.
കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ് MLA. ടി സിദ്ദിഖ് MLA ആണ് വയനാട്ടിൽ നിന്ന് ന്യൂസ് 18 റിപ്പോർട്ടറായി ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ഇതേപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ന്യൂസ് 18 റിപ്പോർട്ടർമാരായി പ്രേക്ഷകരിലേക്ക് സകലമാന കേരളത്തിലൂടെ എത്തുന്നതായിരിക്കും. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. അന്തിയുറങ്ങാൻ അടച്ചുറപ്പില്ലാത്ത ഒരു വീട് പോലും ഇല്ലാതെ ദുരിത ജീവിതം നയിച്ച സ്വപ്നയ്ക്കും കുടുംബത്തിനും വീടൊരുങ്ങുന്നു. യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയും നട്ടെല്ലിന് സുഖമില്ലാത്ത അമ്മയും അടങ്ങുന്നതാണ് സ്വപ്നയുടെ കുടുംബം. ലൈഫ് പദ്ധതിയിൽ വീടിന് ഇവർ അപേക്ഷിച്ചിരുന്നെങ്കിലും ലഭിക്കാതായതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങിയത്. കൊട്ടാരക്കരയിൽ പ്ലാസ്റ്റിക് മേഞ്ഞ കുടിലിൽ അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് വീടൊരുക്കി നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മുൻ DCC പ്രസിഡന്റ് P. സത്യശീലന്റെയും സ്മരണാർത്ഥമാണ് വീട് വെച്ച് നൽകുന്നത്. സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും PC വിശ്വനാഥ് MLAയും നിർവഹിച്ചു. അർഹരായ നമ്മുടെ സഹായം 100% ആവശ്യമുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി സഹായിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച താല്പര്യം, അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഒരു വീട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം മരണം വരെയും നിന്ന ശ്രീ V. സത്യനന്റെ സ്മരണാർത്ഥം ഒരു വീട് ചെയ്യുമ്പോൾ ആ വീട് ഇത്രയും അർഹതയുള്ള ഒരു കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ എത്രയും വേഗം ഇത് പൂർത്തിയായി ഈ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. മാനസിക വെല്ലുവിളിയും കാഴ്ച വൈകല്യവുമുള്ള സഹോദരിയും നട്ടെല്ലിന് സുഖമില്ലാത്ത അമ്മയും അടങ്ങുന്നതാണ് സ്വപ്നയുടെ കുടുംബം. ലൈഫ് പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിച്ചെങ്കിലും വീട് ലഭിക്കാത്തതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വീട് ഒരുക്കി നൽകുന്നത്. അതുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധമായ ആശംസകളും പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ താക്കോൽദാന കർമ്മം നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ആ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നു. നമസ്കാരം. 700 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വാർത്ത വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. നാട്ടുകാരുടെ പിന്തുണയോടെയാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു അപേക്ഷയും യൂത്ത് കോൺഗ്രസ് വെച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് നല്ല ആർജവമുണ്ട്. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സഞ്ജുവും സതീഷും ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഞങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന രക്ഷാധികാരികളായിട്ടുള്ള ആളുകൾക്കുണ്ട്. ന്യൂസ് 18 നെടുവത്തൂർ. കർഷകർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന രാമകൃഷ്ണനെ പരിചയപ്പെടാം. ഇനി കാർഷിക ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ കർഷകരിലേക്ക് എത്തിക്കുകയുമാണ് കൊയിലാണ്ടി പന്തലായണി സ്വദേശി രാമകൃഷ്ണൻ. പന്തലായനിയിൽ രാമകൃഷ്ണൻ വീടിനോട് ചേർന്ന പണിപ്പുരയിൽ കാർഷികോപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അനായാസം അടയ്ക്ക പൊളിക്കുന്ന 2 വ്യത്യസ്ത ഉപകരണങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നിർമ്മിച്ചതെന്ന് രാമകൃഷ്ണൻ പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, കാരണം ഇത് ഇതിൻ്റെ ഉള്ളിൽ മെക്കാനിസം എന്ന് പറയാൻ ഒന്നുമില്ല. ഇത് ഏത് കുട്ടികൾക്കും കൈകാര്യം ചെയ്യാം. ഒരു നെറ്റ് മാത്രം, ഇത് ആർക്കും വേണമെങ്കിൽ മാറ്റിയിടാനും എല്ലാത്തിനും കഴിയും. യാതൊരു അപകടവും ഒന്നും ഉണ്ടാവില്ല. ഇത് 2-3 ടൈപ്പ് ചെയ്തു. കാരണം ആദ്യം ഒരു ടൈപ്പ് ചെയ്തപ്പോൾ അത് ഒരു ബെയറിങ് വെച്ച് ചെയ്തു. കാരണം ആദ്യം തീരെ ബെയറിങ് ഇല്ലാണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഒരു ബെയറിങ് വെച്ചാൽ കുറച്ചുകൂടി സ്മൂത്ത് ആകുന്നു. അപ്പോൾ ഒരു ബെയറിങ് വെച്ച് ചെയ്തു. അപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വണ്ണം കുറവാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മണ്ണാക്കാം. അപ്പോൾ കുറച്ചുകൂടി മണ്ണമുള്ള പൈപ്പിലേക്ക് ചെയ്തു. കുരുമുളക് മെതിക്കാൻ 3 തരത്തിൽ തയ്യാറാക്കിയ ഉപകരണം ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. മണ്ടരി ബാധിച്ച് പൊളിച്ചെടുക്കാൻ പ്രയാസമായ തേങ്ങ ക്ഷണനേരം കൊണ്ട് പൊളിച്ചെടുക്കാം. ചക്ക മുറിക്കാനും ചെറുകിട കർഷകർക്കാവശ്യമായുള്ള ഒട്ടുമിക്ക യന്ത്രങ്ങളും ഇദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയാണ്. എളുപ്പത്തിലും വേഗത്തിലും കൈകാര്യം ചെയ്യാമെന്നതും ഇരുന്നോ നിന്നോ പ്രവർത്തിപ്പിക്കാമെന്നതും തന്റെ ഉപകരണങ്ങളുടെ പ്രത്യേകതയാണെന്ന് രാമകൃഷ്ണൻ അവകാശപ്പെടുന്നു. വിപണിയിൽ ലഭ്യമാകുന്ന ഉപകരണങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവും ഏറെ മികച്ച ഉപകരണങ്ങളുമാണിതെന്ന് ഒട്ടേറെ ചെറുകിട കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. തബല ആർട്ടിസ്റ്റ് കൂടിയായ ഇദ്ദേഹം ഒഴിവു സമയങ്ങളിലാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതും കർഷകരെ സഹായിക്കുന്നതും. ന്യൂസ് 18 കോഴിക്കോട്.
പാഠപുസ്തകത്തിൽ പഠിച്ച കഥകളിയെ നേരിൽ കണ്ടപ്പോൾ കുട്ടികൾക്ക് അത് വേറിട്ട അനുഭവമായി. കാസർഗോഡ് ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ വിദ്യാർത്ഥികളാണ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കഥകളി കാണാനെത്തിയത്. കഥകളിക്കൊപ്പം അണിയറയിലെ ഒരുക്കങ്ങൾ കൂടി കണ്ടു മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിച്ചു. തൊട്ടടുത്ത ക്ഷേത്രമുറ്റത്ത് കഥകളി കളിക്കുന്നുണ്ടെന്നറിഞ്ഞാണ് ഇവർ ഇവിടെ എത്തിയത്. ദുര്യോധനവധമായിരുന്നു കഥ. പ്രധാന കഥാപാത്രമായ രൗദ്രഭീമനെ അവതരിപ്പിക്കുന്ന നാട്ടുകാരൻ കൂടിയായ കലാമണ്ഡലം സുരചന്ദ് കുട്ടികൾക്ക് കഥകളിയെക്കുറിച്ച് വിവരിച്ചു നൽകി. ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് മുരളി വിചാരിച്ചിരുന്നില്ല. അപ്പൊ ഈ താളങ്ങളെല്ലാം കൂടിയിട്ട് ഈ താളത്തിൽ ആദ്യം ചെമ്പ, പിന്നെ ചെമ്പട, അങ്ങനെ ഓരോ താളത്തിലും സ്റ്റേജുമ്മ ഈ തിരശീലേന്റെ ഉള്ളില് നമുക്കാർക്കും കാണാൻ കഴിയില്ല. അതോടെ അണിയറ ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ 107 കുട്ടികൾ കഥകളി പഠിക്കാനെത്തി. കിരീടവും തോൾവളയും കൈവളയും കഥകളിയുടെ വാദ്യങ്ങളും നേരിൽ കണ്ടു. ചുട്ടിക്കുത്തലിന്റെ കരവിരുത് അവർ വിസ്മയത്തോടെ കണ്ടിരുന്നു. 4ാം ക്ലാസ്സിൽ മുരളി കണ്ട കഥകളി എന്ന ഒരു പാഠമുണ്ട്. അതിൽ കഥകളിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള പെരുങ്കളിയാട്ടം, അതായത് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കഥകളി നടക്കുന്നുണ്ട്. അതിനായി നമ്മളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ കുറച്ച് ആൾക്കാരെല്ലാം വന്ന് ഇവിടുത്തെ വേഷങ്ങളെല്ലാം പരിചയപ്പെട്ടു. അരങ്ങത്തെ കേളികൊട്ടും തോടയവും വന്ദനശ്ലോകവും കേട്ട് കുട്ടികൾ കഥകളി അറിവുകൾ ആസ്വദിച്ചു. 4ാം തരത്തിൽ മുരളി കണ്ട കഥകളി എന്ന പാഠത്തിലും 3ൽ പരിസര പഠനത്തിലും കഥകളിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ന്യൂസ് 18 പിലിക്കോട്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കാസർഗോഡ് നടക്കുന്ന 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 424 യുവ ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 362 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പരിപാടി ഞായറാഴ്ച സമാപിക്കും. പുനലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിൽ വട്ടപ്പടിയിലുള്ള 10 ഏക്കർ ഭൂമിയിലെ 497 റബ്ബർ മരങ്ങൾ ലേലം ചെയ്ത് നൽകുന്നു. ഇന്ന് രാവിലെ 11-ന് നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് ലേലം. പൊതുലേല വ്യവസ്ഥകൾ അനുസരിച്ചാണ് ലേലം നടക്കുക. ആലപ്പുഴ കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 19 രാവിലെ 8 മണി മുതൽ ഫെബ്രുവരി 10 വൈകുന്നേരം 6 മണി വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 18, 21 വഴി പോകണം. ആലപ്പുഴയിലെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കഞ്ഞിക്കുഴി ICDS പ്രൊജക്ടിലെ 99 അംഗനവാടികളിലേക്ക് 2023-24 സാമ്പത്തിക വർഷം അംഗനവാടി പ്രീ സ്കൂൾ എഡ്യൂക്കേഷണൽ കിറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഫെബ്രുവരി 12 പകൽ 12 മണി വരെ സ്വീകരിക്കും. KPCC സമരാഗ്നി സംസ്ഥാനതല ജാഥ ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് ജാഥ നയിക്കുന്നത്. 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് സമാപനം. കൊട്ടാരക്കര നഗരസഭാ പരിധിയിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്വന്തമായി ഭൂമിയുള്ളവർക്ക് വീട് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നഗരസഭയിൽ ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതം ഫെബ്രുവരി 13-നകം അപേക്ഷ സമർപ്പിക്കണം. മുക്കം മുനിസിപ്പാലിറ്റി ഡിവിഷൻ 3-ൽ ആശാ വർക്കറെ തെരഞ്ഞെടുക്കുന്നു. 2024 ഫെബ്രുവരി 15-ന് വൈകുന്നേരം 4 മണി വരെ അപേക്ഷകൾ മുക്കം CHC ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. വയനാട്ടിലെ ക്ഷീര കർഷകരെ സഹായിക്കാൻ 1.80 കോടി രൂപയുടെ സബ്സിഡി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ്സിഡി വിതരണം ചെയ്തത്. തേനേരി സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന സബ്സിഡി വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ നിർവഹിച്ചു. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.